ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് മറ്റെവിടേക്കുമല്ല, ട്രിവാൻഡ്രംകാരുടെ സ്വകാര്യ അഹങ്കാരങ്ങളിലൊന്നായിട്ടുള്ള പൊന്മുടിയിലോട്ടാണ്. അപ്പം കോഴിക്കോട് നിന്ന് വന്ന ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഇവിടേക്ക് പോയിട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് കേട്ടോ. ഇവരൊക്കെ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സീനിയേഴ്സ് ആണെങ്കിൽ കൂടി സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇവർ എൻ്റെ ചേട്ടന്മാരെയും ചേച്ചിനെയും പോലെയാണ്. ഇതാണെങ്കിലോ എൻ്റെ ആഗ്രഹങ്ങളിൽ ഒരാഗ്രഹമായിരുന്നു പൊന്മുടി. അതോ അവർ നടത്തി തരുകയും ചെയ്തു. കോഴിക്കോട് നിന്ന് വന്ന് ഞാൻ പഠിച്ചത് ഇടുക്കിയിലും വർക്ക് ചെയ്തത് എറണാകുളം തൃശ്ശൂരും ആയിട്ടാണ്. പക്ഷേ ഇവിടെ ജോലി കിട്ടിയപ്പോഴാണെങ്കിലോ ട്രിവാൻഡ്രം വരുന്നത് തെറ്റാവോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷേ ഞാനിപ്പോൾ പറയാണ്, ഞാൻ വന്ന അല്ലെങ്കിൽ ഞാൻ സഞ്ചരിച്ച ജില്ലകളിൽ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്ട്രിക്റ്റാണ് ട്രിവാൻഡ്രം. എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരും അടിപൊളിയാണ്, അതേപോലെ തന്നെ ഇവിടെയുള്ള സ്ഥലങ്ങളും. അന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. എത്തിയപ്പോഴാണെങ്കിലോ കിടിലം വ്യൂ ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരാൻ തോന്നിയിട്ടില്ല. ഈ വീഡിയോയിൽ വെളിച്ചം കാണുന്നുണ്ടെങ്കിലും സെയിം ടൈം നല്ല തണുപ്പായിരുന്നു. ഞങ്ങളപ്പം പാട്ടും കൂത്തുമായിട്ട് കുറച്ച് നേരം അടിച്ചൊക്കെ പൊളിച്ച്. പക്ഷേ ഒരു കാര്യം പറയാനുണ്ട്, ട്രിവാൻഡ്രംകാരായിട്ടും അതേപോലെ മറ്റ് ജില്ലകളിലേക്ക് ഇവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാരാണെങ്കിലും പൊന്മുടി എന്ന് പറഞ്ഞ സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത്. ഇനി എൻ്റെ ചേട്ടന്മാരും ചേച്ചിയും കുറിച്ച് പറയാം. ഇതെൻ്റെ പാത്തു, എൻ്റെ സ്റ്റീഫൻ ചേട്ടനും എൻ്റെ ഇജാനി ചേട്ടനും ആട്ടോ. കറങ്ങി തിരിഞ്ഞ് ട്രിവാൻഡ്രം വന്നാലും എനിക്ക് ഇവരെ കിട്ടി. അതേപോലെ തന്നെ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ കാണാനും പറ്റി. ഇജാനി ചേട്ടനോടും സ്റ്റീഫൻ ചേട്ടനോടും ഇങ്ങനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട താമസമേ ഉള്ളൂ. അവർ നമ്മളെന്തായാലും അവിടെ കൊണ്ടുപോയിരിക്കും. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അങ്ങോട്ടേക്കും നല്ല തിരക്കായിരുന്നു, ഇങ്ങോട്ടേക്കും നല്ല തിരക്കായിരുന്നു. അങ്ങോട്ട് പോകുന്ന വഴിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ വയനാട് ചുരം പോലെയാണ് തോന്നിയത്. ഞാൻ വിചാരിക്കും, ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ഇങ്ങനെയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണോ? തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ചായക്കട കണ്ടു. ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി ചായ കുടിക്കാനായിട്ട് കയറി കേട്ടോ. നല്ല തണുപ്പായിരുന്നു. പാത്തു ഈ ജാക്കറ്റ് ഇട്ടാൽ കണ്ടാൽ തന്നെ മനസ്സിലാവല്ലോ. ഞങ്ങൾ ചായയും ഓംലേറ്റും വാങ്ങിച്ച് നല്ല കിട്ടിലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ തണുപ്പത്ത് ഒരു ചായയും ഇതേപോലെ ഒരു ബ്രെഡ് ഓംലെറ്റും അടിക്കണം. അത് വേറെ തന്നെ വൈബാണ്. ഇങ്ങനെ തിരിച്ചു പോകുമ്പം ഞാൻ വൺ ഓഫ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ടൈമിലാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവരുടെ കൂടെ ട്രാവൽ ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നു. വരുന്ന വഴിക്ക് കിടില സ്പോട്ട് കണ്ടപ്പം ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെയും ഒരു ചായ കുടിക്കാമല്ലോ വിചാരിച്ചിട്ട് പിന്നെയും ചായക്കട കണ്ടപ്പം അവിടെയും കയറി ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കഴക്കൂട്ടത്തിയപ്പോൾ പിരിഞ്ഞു. പക്ഷേ അപ്പോഴും ഹിജാനി ചേട്ടൻ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, എന്നെ ഫ്ലാറ്റിൽ എത്തിക്കണം എന്നുള്ളത്. അങ്ങനെ ഹിജാനി ചേട്ടൻ സേഫ് ആക്കി എത്തിച്ചു. അപ്പോൾ താങ്ക് യു ഗായ്സ് ഫോർ ദ ഡേ. ബൈ.